ഞാനിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നോൽമ്പിലാണ്. വ്രതം. ഈ വ്രതം എന്ന് പറഞ്ഞാല് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള വ്രതമല്ല. മുക്തി, മോക്ഷം എന്നൊക്കെ പറയില്ലേ, അതിനു വേണ്ടിയുള്ള ഒരു വ്രതമാണ്. മോക്ഷം എന്ന് നമ്മൾ പറയും, ഓ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ദൈവത്തിൽ ലയിച്ചു, അല്ലെങ്കിൽ ശബരിമല ശാസ്താവിൽ ലയിച്ചു എന്ന് വിശ്വസിക്കുന്നവര് പല പല ആത്മീയ സംഘടനകളിലും ഉണ്ട്. ഒരുപാട് ആത്മീയ സംഘടനയിൽ അങ്ങനെയാ പറയും, ലയിച്ചു പിന്നൊന്നുമില്ല, ഇനി അതങ്ങനെയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരെ തിരുത്താനായിട്ടൊന്നും ഞാനിവിടെ ഒന്നും പറയണ്ട. ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ലെക്ചറായിട്ട് എടുത്താൽ മതി. എൻ്റെ ഉള്ളില് ആ ദിവസം രാവിലെ പറയാൻ തോന്നിയ ചില കാര്യങ്ങൾ, ഇന്നലകളിലെ അനുഭവങ്ങൾ വെച്ച് എന്ന് പറയുന്നു, അത്രമാത്രം എടുത്താൽ മതി. ഒന്നും പഠിക്കാനോ ഇനി പഠിക്കണ്ടെന്നൊന്നും പറയണ ചേട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ഇല്ലെങ്കിൽ എടുക്കണ്ട. ഗാന്ധിജി എന്താ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന പോലെ എടുത്താൽ മതി. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. പക്ഷെ ഞാൻ എന്തെങ്കിലും പറയണ്ടേ, ഇത്തിരി പോരും വലുപ്പൊക്കെ ആയില്ലേ, ഇത്തിരി പോരും അനുഭവമൊക്കെ ആയില്ലേ. ഇപ്പൊ ഞാൻ ആരാ? ഭൂലോക ക്രിമിനലാ. തിരൂര് പോലീസ് സ്റ്റേഷനിൽ ഞാന്, എൻ്റെ അമ്മ, പെങ്ങള്, ഇവരൊക്കെ ക്രിമിനലാ. പക്ഷെ ഞങ്ങള് ഫ്രീ ആണ്. അതായത് പുറത്തിറങ്ങി നടക്കാവുന്ന ക്രിമിനലാണ്. പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേരൊക്കെ ക്രിമിനൽ ലിസ്റ്റ്, KD ലിസ്റ്റിലാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയണ്ടേ? കുറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ. നല്ല ഭക്തനുമാണ്, വലിയൊരു ക്രിമിനലുമാണ്. ഇത് ക്രിമിനൽ ആവാനുള്ള കാരണം, ഇന്നിപ്പോ അറിയണ ഒരു ഭക്തൻ തന്നെ എന്നോട് ചോദിച്ചു, അവിടെ ഇല്ലേ വൈഫ്, അവിടെ ഇല്ലേന്ന്. ഇയാള് നമ്മുടെ അധികം ദൂരത്തൊന്നല്ല, പക്ഷെ ഇനിയും കുറെ പേര് അറിഞ്ഞിട്ടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു പെൺകിടാവ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയ കാര്യം. പിന്നെ അത് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞ എപ്പിസോഡ് ഇട്ടാലും തീരൂല കേട്ടോ, അത്രയ്ക്ക് പറയാനുണ്ട്. അങ്ങനെ അതടക്കട്ടെ, അത് നമുക്ക് ഇതിൽ പറയണ്ടല്ലോ. നമുക്ക് അയ്യപ്പൻകാവിന്റെ ചരിത്രത്തിൽ ഈ പല പല ജില്ലകളിലും പല രീതികളിലാണ് അയ്യപ്പസ്വാമിയെ ആരാധിച്ചു വരുന്നത്. അത് പല ജില്ലയിലും പല രീതിയിലാണ്. അത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം. അതായത് ആലപ്പുഴ ജില്ലയിൽ വേറെ രീതിയിലാണ്, പത്തനംതിട്ട ജില്ലയിൽ വേറെ രീതിയിലാണ്, നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ വേറെ രീതിയിലാണ്. ഇത് ശരിക്കും ഫേമസ് ആവാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു അയ്യപ്പസ്വാമിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ കുറച്ച് ആളുകൾ പോയി. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നു, കർണാടകത്തിൽ നിന്ന് ആളുകൾ വന്നു. ആളുകൾ വന്നപ്പോൾ ആളുകൾക്ക് അനുഭൂതി നൽകി ആര്? നമ്മുടെ പ്രിയപ്പെട്ട അയ്യപ്പസ്വാമി പത്തനംതിട്ട ജില്ലയിൽ വാഴുന്ന ആ കാനനമധ്യത്തിലെ 18 പടികൾക്കും ഉടയവൻ ആ തമ്പുരാൻ നമ്മുടെ ഒരുപാട് പേർക്ക് അനുഭവം നൽകി. അതിൻ്റെ മെയിൻ കാരണക്കാരാണ്. അനുഭവം നൽകാൻ ഇന്നും അതേ അനുഭവം നമ്മൾ ഭക്തര് 41 ദിവസം കൃത്യമായിട്ട് വ്രതം എടുത്ത് പോയി കഴിഞ്ഞാൽ കിട്ടും. ഓരോരുത്തർക്കും കിട്ടും, അനുഭവം കിട്ടും. അത് വൃത്തിയിലെടുക്കണം. വ്രതം ഞാൻ പറഞ്ഞില്ല, ഞാൻ വ്രതത്തിലാന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് വെറും പച്ചവെള്ളം കുടിക്കണം, ഞാൻ നല്ല വ്രതത്തിലാണ്. അപ്പൊ ഈ വ്രതം, ഉപവാസം, അങ്ങനെയുള്ള പല പല പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ വൃശ്ചിക മാസത്തിൽ ആണ് നമ്മൾ നോയമ്പ്, വ്രതം എന്നൊക്കെ പറഞ്ഞെടുക്കുക. അപ്പൊ ഈ വ്രതം അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞപ്പോ അത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത് വരുന്നില്ല. എന്നെ പഠിച്ചു വെച്ചു. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവാസം, അടുത്ത് താമസിക്കുക, അതാണ് അതിന്റെ അർത്ഥം. വ്രതത്തിന് എന്തെങ്കിലും ഉണ്ടായിരിക്കും, കൃത്യമായിട്ട് പറയാൻ തന്നെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാണാതിരിക്കല്ലേ, കാണാം. അപ്പോ ഈ സംഭവം നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. നേരെ മറിച്ച് മറ്റമ്പലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. മറ്റമ്പലങ്ങളിലേക്ക് നല്ല ശബരിമലയ്ക്ക് പോകാനും ഇപ്പോൾ ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഇന്ന് മാലിട്ട് നാളെ അമ്പലത്തിൽ പോയി മറ്റന്നാൾ വീട്ടിലേക്ക് തിരിച്ചെത്താൻ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ പോയാലും നാളെ രാവിലെ ആകുമ്പോൾ തിരിച്ചെത്താവുന്ന കേസേ ഉള്ളൂ. അത്ര തന്നെ ഉള്ളൂ ശരിക്കും. പക്ഷെ
ആ വ്രതശുദ്ധിയോടുകൂടി നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തില്, നമ്മുടെ വീട്ടിലെ പൂജാമുറിയില് ഈ രീതിയിൽ നമ്മൾ 41 ദിവസം കഴിയുമെങ്കിൽ വ്രതമെടുത്തിട്ട് മല ചവിട്ടുമ്പോൾ കിട്ടുന്ന അനുഭൂതി, അങ്ങനെ ഒരു അനുഭൂതി വേറുണ്ട്. അതിന് ഉദാഹരണം ആത്മീയ ആചാര്യന്മാർ പറഞ്ഞ എന്താന്ന് വെച്ചാല്, നമ്മൾ ഷോപ്പിംഗ് മാളിലേക്ക് പോകണം, ആർക്കും പോവാം. ഒരു ഉദാഹരണം പറയണ ഇപ്പൊ ലുലു, ഇവിടെ തിരൂര് എന്നല്ല, പൊതുവിൽ എല്ലായിടത്തും ഉള്ളതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്, അതുപോലെ നെസ്റ്റോ, ഇതുപോലുള്ള കുറെ പേര്, ബിഗ് ബസാറ്, പല പല ഇവിടേക്ക് ആർക്കും പോവാം. പൈസക്ക് വലിയ ചെലവൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ആർക്കും ഒരു പൈസ ചെലവില്ല. അതിൻ്റെ എ സിയുടെ തണുപ്പും കൊണ്ട് മുകളിലേക്ക് എക്സ്കലേറ്ററിൽ കയറുക, താഴത്തേക്ക് വരിക, ബാക്കി അങ്ങനെ എന്തും ചെയ്യാം. വലിയൊരു ഉദാഹരണം കേട്ടത് അമ്പലങ്ങളിൽ, അതായത് ആത്മീയതയും ഇതും തമ്മിലൊരു ഉദാഹരണമായിട്ട് ആത്മീയാചാര്യന്മാർ പറയുന്നതിൻ്റെ ഒരു. പക്ഷെ അവിടുന്ന് പോയി വരുമ്പോൾ വീട്ടിലേക്ക് അവനവന്റെ ബെൻസ് കാറിൽ അല്ലെങ്കിൽ സാധാരണ കാറിൽ, അതല്ലെങ്കിൽ വരുമ്പോൾ ഒരു ഓട്ടോ ആപ്പോ വിളിച്ചിട്ട്, അല്ലെങ്കിൽ നോർമലി ഓട്ടോ വിളിച്ചെങ്കിലും വരുന്ന വിധത്തിൽ വേണ്ട സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ പല പല സാധനങ്ങളാവാം. ഇതുപോലുള്ളൊരു പൂജ ആവാം, ഇതുപോലുള്ളൊരു ഗ്ലാസ് ആവാം, അതല്ലെങ്കിൽ ഇതുപോലുള്ള മൈക്ക് 2000 രൂപ ഇതാവാം. അങ്ങനെ എന്തും ഏതും കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? കാശ് വേണം. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയുടെ, വ്രതത്തിന്റെ ഒരു, വ്രതമെടുത്ത് പോകുന്നതിന്റെ മഹാത്മ്യമായിട്ട് വരെ പറഞ്ഞു. അതായത് വ്രതമെടുക്കാതെയൊക്കെ നമുക്ക് എല്ലായിടത്തും പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. വ്രതമെടുത്ത് പോകുമ്പോൾ, നമ്മൾ പോയി വരുമ്പോൾ കുറേ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഇനി മുക്തിയുടെ കാര്യം പറഞ്ഞില്ലേ, മുക്തിയിലും ഇതേപോലെയാണ്. നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് നമ്മൾ അത് ആചരിക്കുന്നുവോ, അതായത് വ്രതം, അത് ആചരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബലം അത് വേറെ തന്നെ. അത് മനോഹരമല്ലാതെ ആചരിക്കുമ്പോൾ അതിൻ്റെ ബലം കുറച്ച് കുറവായിരിക്കും. വലിയൊരു ഇതൊന്നും ഇല്ലെങ്കിൽ അത് വളരെയധികം കുറവായിരിക്കും. നന്നായിട്ട് ചെയ്താൽ അതിന് അതിൻ്റെതായ അനുഭവങ്ങൾ കിട്ടും. ഏതൊരു സ്വാമിയാണെങ്കിലും മലയ്ക്ക് പോകുമ്പോൾ ഇതറിഞ്ഞ് ചെയ്താൽ അനുഭവം കൊണ്ട് പറയാം. ഈ തലക്കാട് അയ്യപ്പൻകാവിൽ നിന്ന് തന്നെ വർഷങ്ങൾ, എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത്, അതായത് എനിക്ക് ബുദ്ധി പോലും ഉറക്കാത്ത സമയത്ത് എൻ്റെ അച്ഛൻ കൊണ്ടുപോയതിൻ്റെ അനുഭവം, അതിനുശേഷം എനിക്ക് ഓർമ്മ വെച്ചതിൻ്റെ ശേഷം ഞാനായിട്ട് മാലയിട്ടിട്ട് പോയതിൻ്റെ അനുഭവം, അങ്ങനത്തെ വർഷങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അനുഭവം എല്ലാം വെച്ചിട്ട് പറയുമ്പോൾ ഇത് അതിൻ്റെതായ ചിട്ടയിൽ പോയാൽ 18-ാം പടി കയറുമ്പോൾ അതിൻ്റെ അനുഭവം വേറെ തന്നെ. പിന്നെ പ്രയാസങ്ങളൊക്കെ നേരിടും. എനിക്കും കിട്ടിയിട്ടുണ്ട് കുത്ത്. എവിടുന്നാന്ന് അറിയാം? ശബരിമല സന്നിധാനത്ത് ഒരു പോലീസുകാരൻ്റെ അടുത്ത് കുത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടിയാട്ടോ ഞാനൊന്നും. അതായത് ചെറിയ കുട്ടി എന്ന് പറഞ്ഞാല് ഹരിവരാസനം പാടിയിട്ട് ഉറക്കണ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഈ എന്താ പറയാ, ചുറ്റമ്പലത്തിന്റെ പുറത്തുനിന്ന് ഞാനൊന്ന് കേറിയിട്ട് ഏന്തി നോക്കിയതാണ്. അതുപോലെ കുറെ സാധനന്മാരിങ്ങനെ തിക്കല്ലേ, ഈ എന്ത് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരൻ്റെ അടുത്ത് എനിക്കും കിട്ടിയിട്ടുണ്ട് കുത്ത്. വേദനിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ എന്നാലും നമ്മുടെ ആ ഒരു പ്രായത്തിൽ നമ്മൾ ഇടിക്കാൻ പാടില്ലാത്ത ലെവലിലാണ് ഇടിച്ചത്. പോലീസല്ലേ, അതിനിപ്പോ ഏത് സ്ഥലത്ത് പോയാലും അവരുടെ ഒരു തോട്ടം അങ്ങനെയാണ്, ഇടിച്ച് റെഡിയാക്കാനാണ് ഇടിച്ച് റെഡിയാക്കുക എന്നുള്ളതാണ് അവരുടെ റൂൾസ് തന്നെ. പക്ഷെ ശബരിമല പോയിട്ട് ഇപ്പത്തെ ഭക്തന്മാരെ തൊട്ട് കളിച്ചാൽ അക്കിളി ഇക്കിളി സൂക്ഷിച്ചോ പോലീസേ, പണ്ടാണെന്ന് നടക്കും. പണ്ട് എന്നല്ല, ഇപ്പോ പോലീസ് സാധാരണ ഒരു റൗഡീനെ പോലും ഇടിക്കണമെങ്കിൽ പോലീസിന് അതിൻ്റെതായ നിയമം നോക്കണം. അതാണ് ഇന്നത്തെ പിള്ളേർ കടന്ന് തെള്ളുന്നത്. കാരണം നിയമവും എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കന്യാസ്വാമിനെയാണെങ്കിലും
അല്ലാത്ത സ്വാമിമാരാണെങ്കിലും പോലീസുകാരൊക്കെ ഒന്ന് തൊടുമ്പോ ശ്രദ്ധിക്കണം. സ്വാമി ശരണം. ഓം ഹരിശ്രീ ഗണപതായ നമ പറയില്ലേ. ഹരിഹര സുധനാനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ കൂടുതൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ എപ്പിസോഡുകൾ പറയേണ്ടി വരും. നന്നായിട്ട് ഭക്തി ചെയ്യുന്ന നല്ലൊരു സ്വാമി പൊക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ശബരിമല കണ്ടുവരട്ടെ. വീട്ടുകാരുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഏത് ജില്ലകളിലാണോ, ഇപ്പോൾ ആരൊക്കെ കാണുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരൊക്കെ കാണുന്നുണ്ടെങ്കിലും ശബരിമലയ്ക്ക് പോണ ഒരു ഭക്തനെ അവന്റെ ഭക്തിയുടെ സായുജ്യം അണയാൻ വേണ്ടി ശരിക്കും സഹകരിക്കേണ്ടത് ഒന്ന് ഭക്തന്റെ പരിപൂർണ മാനസികാവസ്ഥ, അതിനേക്കാൾ ഉപരി അവരുടെ വീടുകളിൽ നിന്നും ആ വ്രതം കറക്റ്റായിട്ട് പാലിക്കാൻ വേണ്ടി അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യുക. പറഞ്ഞാലും തീരൂല, കുറേ പറയാനുണ്ട്. എന്നാൽ കുറേ പറഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് വെച്ചാൽ വലിയ കാര്യമില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഭക്തി ചെയ്യുക. ശബരിമലയ്ക്ക് പോകേണ്ടവർ പോവുക, പോകണ്ടാത്തവർ അടുത്ത സെക്ഷനായിട്ട് കേൾക്കുക. ഞാൻ ഈ ശബരിമലയുടെയും തലക്കാളി പൂങ്കാവിൻ്റെയും വിഷയങ്ങൾ കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ തീരൂല. അപ്പൊ പിന്നെ ഇങ്ങനെ പറഞ്ഞെടുക്കണമെങ്കിലും നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് പോയിട്ട് ഓരോരോ അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, എന്തായാലും നല്ല അനുഭവമാണ് അവിടെ. അപ്പോൾ ഭക്തര് ഇടയ്ക്ക് ഇങ്ങനെ ഒരു അമ്പലം അവിടെ ഉണ്ട്, വരിക, നമ്മുടെ അമ്പലത്തിന്റെ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുക, വേണ്ട രീതിയിലുള്ള സംഭാവനകളും അവിടുത്തെ പുനർനിർമ്മാണങ്ങൾക്കും ഇനി അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതിന് വേണ്ടതായ രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടി ഭക്തർ തന്നെയാണ് ഇത്രയും കാലം സഹകരിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല അനുഭവമാണ്. അച്ചച്ചൻ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഒരുപാട് അക്ഷീണ പ്രയത്നം അതിലുണ്ട്, ഇനിയും വേണം. അപ്പോൾ അമ്പലം വലിയൊരു യശസ്സിലേക്ക് ഉയരട്ടെ. അമ്പലത്തിൻ്റെയും കമ്മിറ്റിയുടെയും എല്ലാവരുടെയും ഒരു നല്ല ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് എനിക്ക് ഇന്ന് അമ്പലത്തിൽ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. പിന്നെ ആ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് ബ്രഹ്മകുമാരി ജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് അവിടെ വേറൊരു മുഖ്യമായ രഹസ്യം കൂടെ കിടക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എന്നാലും അതിൻ്റെ ഒരു സത്യത മനസ്സിലാക്കുകയാണെങ്കിൽ, അത് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ നാടിന് ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇനിയും ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നത് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സമയം വേണം. അപ്പൊ എന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ള നല്ല രീതിയിലുള്ള എല്ലാ സഹകരണങ്ങളും എൻ്റെ ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു തീർത്തിട്ടേ പോകൂ. സ്വാമി ശരണം.